വയനാട്ടിൽ നമ്മൾ 14 വീടിന് താക്കോല് കൊടുത്തു. ഇനിയൊരു 10-15 വീടുകളുണ്ട്. വെലങ്ങാട് ഞങ്ങൾക്ക് 2-3 വീടുകൾ ചെയ്യണം. അത് അടുത്ത ആഴ്ച പോയി തറക്കല്ലിലേക്ക് ഇടണം. കേരളത്തിന്റെ പല ഭാഗത്തും വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ താക്കോല് ഈ ആഴ്ച വ്യാഴാഴ്ച കോട്ടയത്ത് 4 വീടിന് താക്കോല് കൊടുക്കുന്നു. കുറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ. എന്തോ മടുത്ത് പൈസ ഭയങ്കര. ചില സമയത്തെ ഇന്ന് തന്നെ അക്കൗണ്ട് വന്നിട്ട് മേഡം ഇന്നൊരു 10 ലക്ഷത്തിന്റെ ചെക്ക് പോകാണ്ട് അവിടെ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ വെയിറ്റ് ചെയ്യും, 2 ദിവസം കഴിയട്ടെ, തിങ്കളാഴ്ച ദൈവം അനുഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ ഫണ്ട് കൊണ്ട് തരും. ഇന്ന് എന്തായാലും സെക്കൻഡ് സാറ്റർഡേ അല്ലേ, വിളിച്ച കോൺട്രാക്ടറോട് പറ, അയ്യോ സെക്കൻഡ് സാറ്റർഡേ ആയിപ്പോയി നിങ്ങൾ പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ തിങ്കളാഴ്ച വരെ എനിക്ക് സമയമുണ്ട്, എനിക്കൊരു 10-25 ലക്ഷം രൂപ തിങ്കളാഴ്ച കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ, എന്തെങ്കിലും തരണേ. നമ്മൾ തമാശ രൂപത്തിൽ പറയുകയാണെങ്കിലും സീരിയസ് ആയി ഹൃദയത്തിൽ നിന്ന് പറയുന്നു. അല്പം സീരിയസ് ആയി കാണണം. നമ്മൾ തുടങ്ങി വെച്ച പ്രോഗ്രാമുകളും പ്രൊജക്റ്റുകളും ഒക്കെ പൂർത്തിയാക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വയനാട്ടിലെ കാര്യത്തിന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യുക. അതുപോലെ വെലങ്ങാട് നമ്മൾ തറക്കല്ലിടാൻ പോകുന്നു. അതുകൊണ്ട് വെലങ്ങാടിന്റെ ആവശ്യത്തിന് പിന്നെ ഒരു 4 വീട് കോട്ടയത്ത് നമ്മൾ പണി കഴിഞ്ഞു, അത് താക്കോല് കൊടുക്കാനിരിക്കും. പൈസ കൊടുത്ത് തീർത്തില്ല. സാമ്പത്തികമായ ചില ബാധ്യത അതിന്റെ മേഖലയിലുണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 1 രൂപയാണ്, 1 രൂപ, 10 രൂപയാണ്, 10 രൂപ, 100 രൂപയാണ്, 100 രൂപ. ഒരു വീടൊക്കെ സ്പോൺസർ ചെയ്യാന്നേ. ഇത് കണ്ടോണ്ടിരിക്കുന്ന എത്രയോ പേർക്ക് അറിയാം, അവരുടെ പൈസ ഉണ്ട്, ബാങ്കിലും കിടപ്പുണ്ട്. ഒരു വീട് ഇപ്പൊ പണിയുന്ന വീട് 9 ലക്ഷം രൂപയായിട്ട്. ഇത്ര നാൾ 8-8.5 ലക്ഷം രൂപയായിരുന്നു. ഇപ്പം മിനിമം 9 ലക്ഷം രൂപയാണ് നമ്മൾ. കാരണം വീടിന് കുറച്ച് വലിപ്പം കൂട്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. 9 ലക്ഷം രൂപയോ 9 ലക്ഷം രൂപയൊക്കെ സ്പോൺസർ ചെയ്യുന്ന സത്യം പറഞ്ഞ 1000 പേര് ഇപ്പൊ കണ്ടോണ്ടിരിപ്പുണ്ട്. ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പണക്കാരായ പണം വരുന്ന അല്ലെങ്കിൽ നല്ല സാലറി മേടിക്കുന്ന ബിസിനസ്മാൻമാരൊക്കെ കണ്ടോണ്ടിരിപ്പുണ്ട്. പറ്റുന്നത് നമ്മളങ്ങനെ ഒരു പരിധി വിട്ട് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു അതെ, ഞാൻ അക്കൗണ്ട്സ് ഞാനാണ് നോക്കുന്നത്. എനിക്ക് ടെൻഷൻ തിങ്കളാഴ്ച 25 ലക്ഷം രൂപ ചെക്ക് കൊടുക്കാനുണ്ട്. 25 പല കോൺട്രാക്ടൊക്കെ ആയിട്ട് കേട്ടോ. അപ്പൊ അതിന് എനിക്ക് ടെൻഷൻ. അതിന് ഒറ്റ ദിവസമുള്ളൂ എന്റെ മുമ്പിൽ. അതുകൊണ്ടാണ് കേട്ടോ, നല്ല കോസിന് വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ വീട്ടുകാർക്കോ എന്റെ കൊച്ചിനെ പഠിപ്പിക്കാനോ ഒന്നുമല്ല. ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ അപകടത്തിൽപ്പെട്ടുപോയ നല്ലവരായ ആൾക്കാർ, പാവപ്പെട്ടവർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സഹായമാണ്. അതിന് ഞാൻ നാണം കെടില്ല. എനിക്ക് എന്തിനാ ഞാൻ നാണിക്കേണ്ട ആവശ്യം? ഞാൻ ഇങ്ങോട്ട് മേടിച്ചു അങ്ങോട്ട് കൊടുക്കുന്നു. അതിന് ഞാൻ ഇങ്ങനെ നാണം കെട്ടുകൊണ്ടിരുന്ന എനിക്കൊന്നും നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നാണമില്ലാതെ ചോദിക്കുന്നത്. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ദൈവം തോന്നിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് നീട്ടി വെക്കരുത് കേട്ടോ. ഓക്കെ, then take care. Bye. Bye. I love you. Bye.